ഇന്ത്യയിലെ ജനങ്ങളുടെ ഹെൽത്തിന് ഒരു പട്ടിയുടെ വില പോലും കാണുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കോടതി വിധി. വെൽക്കം ടു എപ്പിസോഡ് 10 ഓഫ് ക്രിയേറ്റിംഗ് 1 മില്യൺ ലേബൽ കോൺഷ്യസ് കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ. ORS എന്നാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. WHO റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നിശ്ചിത അളവിലുള്ള മിക്സ്ചർ ഓഫ് സോൾട്ട്, ഷുഗർ ആൻഡ് വാട്ടർ ആണ്. ഡയറിയ, വോമിറ്റിംഗ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡീഹൈഡ്രേഷനുള്ള ഒരു ലൈഫ് സേവിംഗ് ഫോർമുലയാണ് ORS. എന്നാൽ ചില ബില്യൺ ഡോളർ കമ്പനികൾ ORS എന്നുള്ള പേര് മിസ്യൂസ് ചെയ്ത് WHO റെക്കമെൻഡ് ചെയ്ത ഫോർമുലയെ ഡൈല്യൂട്ട് ചെയ്ത് അവരുടേതായ ഫോർമുലയിൽ പ്രൊഡക്റ്റ് ആക്കി വെക്കുന്നു. അതിൽ WHO റെക്കമെൻഡ് ചെയ്യുന്ന ORSൽ വേണ്ടതിനേക്കാൾ 8 ഇരട്ടി ഷുഗറും ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും അതിൽ ഉൾപ്പെടുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിൽ റിയൽ ORSന്റെ കൂടെ ഈ ഫേക്ക് ORS കൂടി വെക്കപ്പെടുകയും പല സന്ദർഭങ്ങളിലും ഈ ഫേക്ക് ORS യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അത് ഗുണമുണ്ടാക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ദോഷം ചെയ്യുകയും ഡയറിയുള്ള ചെറിയ കുട്ടികളിൽ അത് മരണം വരെ സംഭവിക്കാൻ കാരണമാകും. ഹൈദരാബാദ് ബേസ്ഡ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ശിവരഞ്ജനി സന്തോഷ് നടത്തിയ 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് FSSAI ഈ പ്രൊഡക്ട്സ് ബാൻ ചെയ്യുകയും ORS എന്ന പേര് മിസ്യൂസ് ചെയ്ത് പാക്ക് ചെയ്തത് എന്നുള്ള ഉത്തരവിറക്കുകയും ചെയ്തത്. എന്നാൽ ഈ കമ്പനികൾ കോടതിയെ സമീപിക്കുകയും അവരുടെ കയ്യിലുള്ള 180 കോടി രൂപയുടെ സ്റ്റോക്ക്, ഏകദേശം 4 കോടി പാക്കറ്റുകൾ വിൽക്കാനുള്ള സമ്മതം നേടിയെടുക്കുകയും ചെയ്യുന്നു. അതായത്, ഒരു കള്ളനോട് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷണം പൂർത്തിയാക്കൂ, അതിനുശേഷം ഇനി മോഷ്ടിക്കരുത് എന്ന് പറയുന്ന പോലെയാണ്. ഇന്ത്യയിലെ തെരുവുനായ്ക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി പല വിധികളും കൊണ്ടുവന്ന കോടതികൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു സ്ട്രിക്ട് ഡിസിഷൻ എടുക്കാത്തത്? കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ഒരു ലൈഫ് സേവിംഗ് ഫോർമുല ഒരു ഷുഗറി ഡ്രിങ്കായി ഇവിടെ വിൽക്കപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക. ഇറ്റ്സ് ടൈം ഫോർ യു ടു ബി ലേബൽ കോൺഷ്യസ്. ഏത് പാക്കഡ് ഫുഡ്സ് വാങ്ങിച്ചാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് ഒരു തീരുമാനമെടുക്കുന്നത് നിങ്ങൾ ശീലമാക്കും. നിങ്ങളെ സഹായിക്കാൻ ഫുഡ് ഫോർ ഗുഡിലൂടെ ഞങ്ങളുമുണ്ട്. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.